Hi students, plus 2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുന്നിൽ ചാപ്റ്റർ അവതരിപ്പിക്കുന്നത് അഭിജിത്ത് ഗോപാൽ. നമുക്ക് ഒന്നാമത്തെ സെക്ഷനിലേക്ക് പോകാം. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രിക് സെൽ എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് സെല്ല് എന്ന് പറയുന്നത് ആൻ ഇലക്ട്രിക് സെൽ ഈസ് നെയ്തർ എ സോഴ്സ് ഓഫ് ചാർജ് nor of energy. It is an energy converter. അതായത് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത് ചാർജിന്റെയോ എനർജിയുടെയോ ഒരു സോഴ്സ് അല്ല, അതൊരു എനർജി കൺവേർട്ടർ ആണ്. എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സെൽ എന്ന് പറയുന്നത്. സെല്ലുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, E of a cell എന്ന് പറയുന്നത്. The EMF of a cell in volt is given by the work done in joule in causing 1 coulomb of charge to move from the positive pole via external circuit to the negative pole and then through the electrolyte to the positive pole. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ പോസിറ്റീവ് പോളിൽ നിന്നും ആ സെല്ലിന്റെ തന്നെ നെഗറ്റീവ് പോളിലേക്ക് ഒരു ചാർജിനെ, ഒരു 1 കൂളം ഓഫ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് പിന്നീട് ഈ നെഗറ്റീവ് പോളിൽ നിന്നും ഇലക്ട്രോലൈറ്റ് വഴി പോസിറ്റീവ് പോളിലേക്ക് വരുന്നതും ഇതേ വർക്ക് ഡൺ ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം, വെൻ സെൽ ഈസ് ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് the total potential difference is EMF എന്ന് പറയാം. ഒരു സെല്ലിനെ എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ടൊന്നും നമ്മൾ കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ സമയത്തുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് എന്തെന്ന് പറയുന്നത് EMF എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം EMF എന്തിനേക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ടു പ്ലേറ്റ്സ്. അതായത് ആ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്, ആ പ്ലേറ്റിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ, ആ സമയത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി അടുത്തൊരു ടേമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ ഇൻ വോൾട്ട് എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ, അഗെയിൻ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ജൂൾ in causing 1 coulomb of charge to move from the positive pole via external circuit to the negative pole. ഓക്കെ, നേരത്തെ പറഞ്ഞതിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് അതിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ വരുന്നത്. അതായത് ഒരു പോസിറ്റീവ് പോളിൽ നിന്നും നെഗറ്റീവ് പോളിലേക്ക് നമ്മൾ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ ആണ്. അവിടുത്തെ പ്രത്യേകത ആ സമയത്ത് ആ സെല്ല് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായി കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ V എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കി, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി EMF ഓഫ് ദി സെല്ല്, ദ magnitude and direction of current through the cell and internal resistance of the cell. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് പറയാനുള്ളത്, ഒരു സെല്ല് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെല്ലിന്, അല്ലേ, ഇതാണ് നമ്മുടെ സെല്ല് എന്ന് പറയുന്നത്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇത് പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് സൈഡ് പ്ലേറ്റ്. ഓക്കെ, ഇവിടെ ഇതിന്റെ ടോട്ടൽ വാല്യൂ ഓഫ് സോഴ്സ്, എനർജി സോഴ്സ്, അല്ലെങ്കിൽ വെൻ ഇറ്റ് ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ സമയത്തുള്ള എനർജി വോൾട്ടേജ് ആണ് എന്ത് EMF എന്ന് പറയുന്നത്. ഇതിനെ ഞാനൊരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും EMFിനെയും ഇന്റേണൽ റെസിസ്റ്റൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു E മൈനസ് I ഇൻറ്റു R. എന്താണ്? V ഈസ് ഈക്വൽ ടു E മൈനസ് IR ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ലെസ് ദാൻ ദ EMF ഓഫ് ദി സെൽ. ഒരു സെല്ലിന്റെ EMFിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും അല്ല, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെറുതായിരിക്കും. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ലെസ് ദാൻ, V ഈസ് ലെസ് ദാൻ EMF ഓഫ് എ സെല്ല് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ഇതാണ്,
എല്ലായ്പ്പോഴും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് EMFനേക്കാൾ ചെറുതായിരിക്കുമോ? ആൻസർ ഈസ് നോ, ഒരിക്കലുമല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിക്കുക. When a cell is being charged, then V is equal to E plus IR എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് when the cell is being discharged, V is equal to E minus IR എന്നുമാണ്. Where I represents the current and R the internal resistance of the cell. അപ്പോൾ എന്താണ് അർത്ഥം? ഒരു സെല്ലിനെ അതായത് റീചാർജ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണൊക്കെ റീചാർജ് ചെയ്യുന്നു അല്ലേ, ആ സമയത്ത് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് EMFനേക്കാൾ വലുതാണെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് അതായത് സെല്ലിലേക്ക് എനർജി സപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ കേസിൽ മാത്രം ഡ്യൂറിങ് റീചാർജിങ് ഓഫ് എ സെൽ V is equal എന്താണ്? E plus IR ആണ്. അപ്പോൾ ആ കേസിൽ V എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ E വരും. അടുത്ത പോയിന്റ്, ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് വെൻ I equal to 0, V equal to എന്താണ്? E ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. The internal resistance R of the cell is the resistance of the column of liquid between the two plates of the cell. അതായത് നമ്മുടെ സെല്ലിന്റെ രണ്ട് പ്ലേറ്റുകളുണ്ട് അല്ലെ, പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും. ഇതിനിടയ്ക്കായിട്ടാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിന് വെച്ചിരിക്കുന്നത്. ആ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കിയേ. Internal resistance of a cell depends on, first one, separation between the plates. Second one, area of cross section of the column of liquid between the plates. Third one, nature, temperature and the degree of dissociation of electrolyte between them. ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി സെല്ലുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. നമ്മൾ +2 ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. അതായത് വോൾട്ടൈക് സെല്ല്, ലെക്ലാഞ്ചെ സെല്ല്, ഡാനിയൽ സെല്ല്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രൈമറി സെല്ലുകളാണ്. എന്നാൽ ലെഡ് അക്യുമുലേറ്റേഴ്സ് അല്ലെങ്കിൽ ആൽക്കലി അക്യുമുലേറ്റേഴ്സ് ഒക്കെ എന്താണ്? സെക്കൻഡറി സെല്ലുകളാണ്. ഇതിൽ സെക്കൻഡറി സെല്ലിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് നോക്കിക്കേ. Advantages of secondary cells over primary cells are A, higher EMF ആണ്, B, higher capacity ആണ്, C, more steady current ആണ്, D, smaller internal resistance ആണ്. The most important property is they can be charged, recharged as reaction is reversible. ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അവയെ എന്ത് ചെയ്യാം? റീചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് കൂടുതലാണ്, ലാർജർ വെയിറ്റ് ആണ്, കോസ്റ്റ്ലി ആണ്, സ്മോളർ സെൽഫ് ലൈഫ് ആണ് അവയുടെ. പക്ഷെ ഇപ്പൊ അതൊന്നും നമ്മൾ അങ്ങനെ പറയുന്നില്ല, എന്നാൽ പോലും സ്മോളർ സെൽഫ് ലൈഫ് ആണ്. ഗെറ്റ് സ്പോയിൽഡ് ഇഫ് ഷോർട്ട് സർക്യൂട്ടഡ്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നമ്മുടെ ഹെഡിങ് ആണ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ടു സെൽസ് ഓഫ് EMF E1 and E2 and internal resistance R1 and R2 when connected in series correctly. അപ്പോൾ കറക്റ്റ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അതായത് ഒരെണ്ണത്തിന്റെ പോസിറ്റീവ് മറ്റേതിന്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവയുടെ റിസൾട്ടന്റ് EMF എന്ന് പറയുന്നത് E1 plus E2 ആയിരിക്കും. അതേപോലെ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 plus R2 ആയിരിക്കും. ഇനി കറക്റ്റ് ആയിട്ടല്ല, however if the two cells are connected wrongly, അതായത് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇക്വലന്റ് EMF എന്ന് പറയുന്നത് E is equal to E1 minus E2 ആയിരിക്കും. അതേപോലെ ഇക്വലന്റ്, പക്ഷേ എന്നാലും ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് since they are connected in series R is equal to R1 plus R2. അതായത് ഇവിടെ പറയുന്നത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ E1 E2 E3 എന്നാണെങ്കിൽ റിസൾട്ടന്റ് EMF ഈസ് E1 plus E2 plus E3. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ R ഇക്വലന്റ് എന്ന് പറയുന്നത് R1 plus R2 plus R3 ആണ്. കാരണം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിങ്ങനെ പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി റോങ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ കേസിൽ റിസൾട്ടന്റ് EMF എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് E1 മൈനസ് E2 ആണ്. ബട്ട് സ്റ്റിൽ R എന്ന് പറയുന്നത് R1 plus R2 ആണ്. കാരണം എന്താണ്? റെസിസ്റ്റൻസ് പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക.
ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഈ സെല്ലിന്റെ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇഫ് n സെൽസ് ഈച്ച് ഓഫ് EMF E and internal resistance R are connected in series with external resistance capital R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ സെല്ലുകളെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. എല്ലാത്തിൻ്റെയും EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്, ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണ്. അങ്ങനെ n നമ്പർ ഓഫ് സെൽസുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? n ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ R പ്ലസ് NR ആയിരിക്കും. അതായത് തന്നിരിക്കുന്നത് എന്താണ്? I ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ R പ്ലസ് NR. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് എന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ I എന്ന് പറയുന്നത് I മാക്സിമം ആകുന്ന കണ്ടീഷൻ ആണ്. I എന്ന് പറയുന്നത് I മാക്സിമം ആവുന്നത് when R ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ NR ആണ്. അപ്പോൾ നമുക്ക് NR എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് NE ഡിവൈഡഡ് ബൈ R. ഇക്വേഷൻ ഓർത്തിരിക്കുക, I ഈക്വൽ ടു I മാക്സിമം ആണ് when n number of cells are connected in series, it is equal to NE by R. ഇനി ഐയുടെ വാല്യൂ മിനിമം ആകുന്നത് I മിനിമം തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? I മിനിമം ഈസ് ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ NR എന്നാണ്. എന്ന് പറഞ്ഞാൽ N വെട്ടി പോകും, ദെൻ ഇറ്റ് ബിക്കംസ് E ബൈ R. അപ്പൊ എന്താണ് അർത്ഥം? അതായത് ഇവിടെ ആറിന്റെ വാല്യൂ വെരി വെരി ലെസ് ദാൻ NR ആണ്. ഓക്കെ, അടുത്തത് ഇഫ് M cells each of EMF E and internal resistance R are connected in parallel with each other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് വിചാരിക്കുക. എങ്കിൽ ഇക്വേഷൻ എന്ത് വരും? I ഈസ് ഈക്വൽ ടു E ബൈ R പ്ലസ് R ബൈ M എന്ന് വരും. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ME ബൈ MR പ്ലസ് R എന്നാണ് വരുന്നത്. ഇവിടെയും I ഈസ് ഈക്വൽ ടു I മാക്സിമം ആവുന്ന എപ്പോഴാണ്? R ക്യാപിറ്റൽ R ഈസ് വെരി ലെസ് ദാൻ R ബൈ M ആണ്. അപ്പോൾ ME ബൈ R എന്ന് വരും. I ഈക്വൽ ടു I മിനിമം ആകുന്നത് E ബൈ R വരുമ്പോഴാണ്. അപ്പോൾ എപ്പോഴാണ്? വെൻ R ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ R ബൈ M. അപ്പോൾ ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. ഇഫ് n cells each of EMF E and internal resistance R are connected in series, ആദ്യം പറഞ്ഞ കേസ്. രണ്ടാമത് M such rows are connected in parallel, രണ്ടാമത്തെ കേസ്. അപ്പോൾ ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഓക്കെ, എങ്ങനെ? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറുമായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് I കാണാനുള്ള ഇക്വേഷൻ ആണ് NE ബൈ R പ്ലസ് NR ബൈ M. ഓക്കെ, നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ എടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ വരും MNE ഡിവൈഡഡ് ബൈ MR പ്ലസ് NR എന്ന് വരും. ഇവിടെ നിന്നും I മാക്സിമം കാണാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു NE ഡിവൈഡഡ് ബൈ 2R എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു ME ബൈ 2R. അതായത് രണ്ട് കേസുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആറിന്റെ വാല്യൂ NR ബൈ M എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ് ആണിത്, കിർച്ചോഫ്സ് ലോസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ലോ ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് the algebraic sum of the currents meeting at any point in the circuit is 0 എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിലേക്ക് രണ്ട് കറണ്ടുകൾ I1ഉം I2ഉം വന്നു ചേരുന്നു. ഓക്കെ, അവിടെ നിന്നും I3 എന്ന് പറയുന്നൊരു കറണ്ട് ലീവ് ചെയ്യുന്നു. എങ്കിൽ I1 പ്ലസ് I2 minus I3 equal to the algebraic sum of currents meeting at this point will be equal to എന്തായിരിക്കും? 0 എന്നായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ ദിസ് ലോ the current flowing towards the point, ആ പോയിന്റിലേക്ക് വരുന്ന കറണ്ടിനെ നമ്മൾ പോസിറ്റീവ് സൈൻ അപ്ലൈ ചെയ്യുന്നു. ആ
പോയിന്റിൽ നിന്നും അകന്നു പോകുന്ന കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് സൈൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതിന്റെ അർത്ഥം ഇതാണ്, ദ സം ഓഫ് കറണ്ട് ഫ്ലോയിങ് ടുവേർഡ്സ് ദ പോയിന്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് കറണ്ട് ഫ്ലോയിങ് അവേ ഫ്രം ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണ് എന്ത് I3 എന്ന് പറയുന്നത്. അതായത് വന്ന് ചേരുന്ന കറണ്ടുകളുടെ സമ്മ എന്ന് പറയുന്നത് അവിടെ നിന്നും ലീവ് ചെയ്യുന്ന കറണ്ടിന് തുല്യമായിരിക്കും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് this law is based on the law of conservation of charge. അടുത്തത് കിർച്ചോസ് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ ഡെഫിനിഷനിലേക്ക് പോകാം. എന്താണ്? in any closed mesh in a circuit, the algebraic sum of the products of currents and resistances in each part of the mesh taken around in a given order is equal to the algebraic sum of the EMFs in that mesh. അതായത് ഒരു സർക്യൂട്ടിന്റെ ഇപ്പോൾ ഒരു സിമ്പിൾ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ആ ഇതിനെ നമ്മൾ ഒരു EMFുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിലെ കൂടെ കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ ഞാൻ ഈ ഓർഡറിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാം ഈ ഒഴുകുന്ന കറണ്ട് I ഇൻറ്റു ഇതിനകത്ത് റെസിസ്റ്റൻസ് R. സോ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഈ ക്ലോസ്ഡ് ലൂപ്പിനെയാണ് നമ്മൾ മെഷ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് I ഇൻറ്റു R ഈക്വൽ ടു എന്തായിരിക്കും? E ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്? കിർച്ചോസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഇൻ ദിസ് ലോ the product of current and resistance in any part is given positive sign when we traverse it in the direction of current. നമ്മൾ ഈ കറണ്ടിന് അതേ ഡയറക്ഷനിലാണ് നമ്മൾ എന്തെടുക്കുന്നത് I ഇൻറ്റു R എന്ന ടേം എടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ I ഇൻറ്റു R എന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മൈനസ് IR എന്ന് എടുക്കണേ. അതായത് ഇങ്ങനെ I വരുന്നതിന് പകരം നമ്മൾ തിരിച്ചാണ് എടുത്തിരുന്നതെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഓർഡർ എടുത്തിരുന്നതെങ്കിൽ അതെന്ത് ചെയ്തേനെ? അവിടെ നമ്മൾ ആ നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടി വന്നേനെ. ഓക്കെ, സിമിലർലി the EMF of the cell is taken as positive when we traverse from the negative pole to the positive pole of the cell. അതായത് ഈ നെഗറ്റീവ് പോളിൽ നിന്ന് പോസിറ്റീവ് പോളിലേക്കാണ് നമ്മൾ EMFനെ എടുത്തിരുന്നത് എങ്കിൽ EMFനെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? അത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, പോസിറ്റീവ് പോൾ സെൽ ആൻഡ് നെഗറ്റീവ് വെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നേരെ തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ അതായത് ആക്ച്വലി ഇത് I ഇൻറ്റു R മൈനസ് E ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ തന്നെ ഞാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ പോസിറ്റീവ് ടു നെഗറ്റീവ് വരെ എടുത്തേ, അപ്പൊ I ഇൻറ്റു R മൈനസ് E ഈക്വൽ ടു 0 എന്ന് വന്നു അല്ലേ? അല്ലെങ്കിൽ I ഇൻറ്റു R ഈക്വൽ ടു പ്ലസ് E എന്ന് വന്നു. അത്രയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് ലോ എന്തിനെ ബേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അടുത്തത് നമ്മൾ പറയുന്നത് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ആ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഫിഗറിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് 4 റെസിസ്റ്റൻസസ് P, Q, R and S are connected in such that P and Q are in series. Pയും Qയും എങ്ങനെയാണ്? സീരീസിലാണ്. ആറും എസും എങ്ങനെയാണ്? സീരീസിലാണ്. ഓക്കെ, ഇനി പിയും ക്യൂവും കൂടെ ചേർന്നത് P പ്ലസ് ക്യൂവും R പ്ലസ് എസും ആ നടുക്കത്തെ കീ ആയ K2 ഓപ്പൺ ആണെങ്കിൽ ദേ ആർ ഇൻ പാരലൽ. അതായത് P പ്ലസ് ക്യൂ ആൻഡ് R പ്ലസ് എസ് അതിന്റെ കോമ്പിനേഷൻ എന്തിനാണ്? പാരലലാണ്. ഓക്കെ, ഇനി അത് കീ K2 ഓപ്പൺ ആണെങ്കിൽ മാത്രം. when the bridge is balanced പറയാം QS is equal to PR ആണ്. QS is equal to PR അല്ലെങ്കിൽ അതായത് ബാലൻസ്ഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? P by Q is equal to R by S എന്നുള്ളതാണ് എന്ത്? ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോഴുള്ള കേസ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ QS എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ PR ആണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും D എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒഴുകുന്നു. ഇറ്റ് ഫ്ലോസ് ഫ്രം B to D. ഇനി QS എന്ന് പറയുന്നത് ലെസ് ദാൻ PR ആണെങ്കിൽ കറണ്ട് ഫ്ലോസ് ഫ്രം D to B. ഡിയിൽ നിന്നും ബിയിലേക്കാണ് ഒഴുകുന്നത്. ഇനി ദ ബ്രിഡ്ജ് ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് when all the 4 resistors are of the same order. ഈ 4 റെസിസ്റ്ററുകളും ഒരേ ഓർഡറിലുള്ളവയാണെങ്കിലാണ് ഈ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് മോസ്റ്റ് സെൻസിറ്റീവായി മാറുന്നത്. ഇനി മീറ്റർ ബ്രിഡ്ജ്, പോസ്റ്റ് ഓഫീസ് ബോക്സ് ആൻഡ് കേരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് ഇതൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നതാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക്
വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായ മീറ്റർ ബ്രിഡ്ജാണ് ഇപ്പോൾ ഫിഗർ തന്നിരിക്കുന്നത്. ഈ ഫിഗർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് എക്സ് എന്ന് പറയുന്നതാണ് അൺനോൺ റെസിസ്റ്റൻസ് ടു ബി മെഷേർഡ്. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യേണ്ട അൺനോൺ റെസിസ്റ്റൻസ് ആണ് എക്സ്. 6 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ബോക്സ് ആണ്, നമുക്കതറിയാം. 100 സെൻറ്റിമീറ്റർ നീളം, അതായത് 1 മീറ്റർ നീളമുള്ള ഒരു കോൺസ്റ്റാന്റിൻ്റെയോ മാഗ്നറ്റിൻ്റെയോ വയറാണ് നമ്മളവിടെ ആ ഫിഗറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബാലൻസ് പോയിന്റ് കിട്ടുന്ന ലെങ്ത് ആണ് L, ബാക്കിയുള്ള ലെങ്ത് 100 - L. അപ്പോൾ എന്തിനാണ് ഈ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ അൺനോൺ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ വയർ. ഒരു വയറിന്റെ അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് അക്കോർഡിംഗ് ടു വീസ്റ്റൺ പ്രിൻസിപ്പിൾ നമുക്ക് പറയാം P/Q = R/S ആണ്. അങ്ങനെ ആ ഇക്വേഷൻ കമ്പയർ ചെയ്താൽ X/R = LR/100 - L × R നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് X is equal to LR/100 - L എന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചു. അടുത്തത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഇത് ജനറലി കൺസിസ്റ്റ് ഓഫ് 10 wires of uniform area of cross section stretched on a wooden board between 2 thick copper strips. നമ്മൾ +2 ലാബിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വീണയൊക്കെ പോലെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അതിൽ ഓരോ വയറിനും 1 മീറ്റർ നീളമുണ്ടാവും. അപ്പോൾ മൊത്തം 10 മീറ്റർ നീളമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ 100 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഓരോ വയറുകളാണ് അവ. അതിൽ ദ വയർ ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റാന്റ് ഓർ മാംഗനീൻ. എ മീറ്റർ സ്കെയിൽ ഈസ് ഫിക്സഡ് പാരലൽ ടു ഇറ്റ്സ് ലെങ്ത്. ഇതാണ് ആ ഫിഗർ. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഫിഗറിനകത്ത് ആ ലെഫ്റ്റ് സൈഡിൽ B എന്ന് പറയുന്ന പോയിന്റിൽ EMF-ഉം അവിടുത്തെ റിയോസ്റ്റാറ്റും, അതാണ് നമ്മുടെ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ആ E എന്ന് പറയുന്ന സെക്ഷൻ, അതായത് P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എടുത്തിരിക്കുന്ന E എന്ന് പറയുന്ന സെക്ഷനാണ് സെക്കൻഡറി സർക്യൂട്ട്. അവിടെയാണ് നമ്മൾ വേരിയേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് when a constant current is passed through a wire of uniform area of cross section, the potential drop across any portion of the wire is directly proportional to the length of that portion. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കോൺസ്റ്റന്റ് കറണ്ട് നമ്മളൊരു യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള വയറിലൂടെ കടത്തിവിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലെങ്തിനനുസരിച്ച് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ആ ലെങ്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് E അല്ലെങ്കിൽ V പ്രപ്പോർഷണൽ ടു L അല്ലെങ്കിൽ E പ്രപ്പോർഷണൽ ടു L എന്ന് നമുക്ക് പറയാവുന്നതാണ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. A steady current is set up in the wire by means of a battery B. അപ്പോൾ B നേരത്തെ കാണിച്ച ഫിഗറിലെ B എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ സർക്യൂട്ടിലേക്ക് ഒരു സ്റ്റഡി കറണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് മെയിൻറ്റെയിൻസ് എ യൂണിഫോം പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അതെന്ന് വെച്ചാൽ ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എലോങ് ദി പാത്ത് ഓഫ് ദി വയർ. ആ വയറിൽ ഉടനീളം അതെന്ത് ചെയ്യുന്നു? ഈ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ ഫിഗറിൽ നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറിൽ പ്രകാരം E എന്ന് പറയുന്നത് EMF ഓഫ് ദി സോഴ്സ് ആണ്, വിച്ച് ഈസ് ബാലൻസ്ഡ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P ആൻഡ് C. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് R be the total resistance of the potentiometer wire having a total length L എങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് I × R/L ആണ്. Any potential difference less than the total potential difference maintained across the potentiometer wire can be balanced against a convenient length of the potentiometer wire. അതായത് പൊട്ടൻഷ്യോമീറ്റർ വയറിലെ ഒരു കൺവീനിയൻസ്ഡ് ആയിട്ടുള്ള ലെങ്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലെസ് ദാൻ ദി ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ടോട്ടൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസേക്കാൾ കുറവുള്ള ഏതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻസ് ചെയ്യാം. നൾ പോയിന്റ് ഡിഫ്ലക്ഷൻ ആ ഗാൽവനോമീറ്ററിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാലൻസ്ഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് വയർ വിച്ച് ബാലൻസസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അങ്ങനെ ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ഏത് ലെങ്തിനാണോ കിട്ടുന്നത് അത്രയും ലെങ്തിന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും നമുക്ക് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്.
പൊട്ടൻഷ്യോമീറ്റർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? എന്തിനാണ്? രണ്ട് സെല്ലുകളുടെ EMFകൾ കമ്പയർ ചെയ്യാൻ, ഇനി ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എന്താണ്? E1/E2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു L1/L2 ആണ്. അതേപോലെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ R എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? R ഈസ് ഈക്വൽ ടു L1/L2 മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ R അല്ലേ? അത് നമ്മൾ ആ ഫോമിലോട്ട് മാറ്റുമ്പോൾ L1 മൈനസ് L2/L2 ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് പറയാം. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഓക്കെ, അങ്ങനെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് EMFകളെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു, ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ +1 +2 ക്ലാസ്സുകളുടെ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.